ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ എൻ്റെ ഗാർഡൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് വിഷ്വലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ഒരു ഗാർഡൻ എന്ന് പറയുമ്പോൾ അതിമനോഹരമായ ചില എന്ത് നമുക്കതിൽ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കി ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് അതിനെ കൊണ്ടുവരിക എന്നതാണ്. അതാണ് ഒരു ഗാർഡൻസ് എന്ന് പറയുന്നത്. കുറേ ചെടികൾ നട്ടുപിടിപ്പിച്ച് പൂക്കൾ ഉണ്ടാക്കി ആ ഒരു അത് എത്രത്തോളം ഭംഗിയാക്കി വെക്കുന്നു അതാണ് അതിനെ മനോഹരമാക്കുന്നത്. അപ്പോൾ കാണാൻ കാഴ്ചയും അതിൻ്റെ ഓരോ ചട്ടികളും അടുക്കും ചിട്ടയോടെയും വെച്ച് ഓരോ ചെടികളും പക്ഷേ അങ്ങനെ ഒരു ചിട്ടയോടെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമോ ഒരു ഒരു ഇതൊന്നും നമുക്ക് എൻ്റെ വീട്ടിൽ ഇല്ല. കാരണം എന്ന് വെച്ചാൽ 7 സെൻറ്റും വീടും മാത്രമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിന് മുറ്റം എന്ന് പറയുന്നത് ഫ്രണ്ട് മരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. അപ്പം വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയ അത്ര വെയിൽ കിട്ടത്തില്ല. അപ്പം കോടി സൈഡ് അപ്പുറത്തെ നമ്മുടെ ഒരു സൈഡ് മാത്രമേ വെയിൽ നല്ലോണം അടിക്കൂ. അപ്പം ആ സൈഡ് നിൽക്കുന്ന ചെടികൾക്ക് പെട്ടെന്ന് നിറയെ പൂക്കുകയും പൂവിടുകയും നല്ലോണം വളരുകയും തഴച്ച് വളരുകയും ചെയ്യുന്നു. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളൂ വളമായിട്ട്. അപ്പം ആ ഒരു സൈഡ് മാത്രം എത്രത്തോളം വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഒരു ഇതായിട്ട് എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ റോസ, മുല്ല ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഞാൻ ജമന്തി ഇതെല്ലാമാണ് ഞാൻ ആ സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിൽക്കുന്ന ചെടികൾ നല്ലോണം തഴച്ച് വളർന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് ഞാൻ മുൻവശത്ത് നട്ടിരിക്കുന്ന ഒരു ചെടികൾക്കും അത് മുരടിച്ച് നിൽക്കുന്നതല്ലാതെ വല്ലപ്പോഴും ഒരിക്കൽ പൂവിടുന്നതല്ലാതെ ഒരു വളർച്ചയോ ഒരു തഴച്ച് വളരുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ചെടികളുടെ നമുക്ക് നിസ്സാരമായ നമ്മൾ ചെടികൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗാർഡൻ എടുത്ത് കാണിക്കാനൊന്നും എനിക്ക് പറ്റൂല. കാരണം നന്നായിട്ട് തഴച്ച് നിൽക്കുന്ന ചെടികളെ അതിൽ പൂവിടുന്നത് അതിൻ്റെ ആ വളർച്ച ഇതൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ ഭംഗിയും കാഴ്ചയും ഉണ്ടാകുന്നത്, ഭംഗിയായിട്ടുള്ള കാഴ്ച ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വലിയ ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വീട്ടിലെ കുഞ്ഞു ഗാർഡൻ എന്ന് പറഞ്ഞാൽ പലതരം ചെടികൾ കൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ്. കിട്ടുന്ന ചെടികളിൽ കാശ് കൊടുത്ത് വാങ്ങുന്ന എനിക്കെപ്പോഴും ചെടിച്ചട്ടികൾ ഒരുപാട് വാങ്ങി വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. മറ്റു ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു ഇതും ഇല്ല. അപ്പം കാശിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കയ്യിൽ കിട്ടുന്നത് പോലെ കവറുകളിലും ഗ്രോ ബാഗിലും ചാക്കുകൾ സിമൻറ്റ് ചാക്കുകളൊക്കെ കട്ട് ചെയ്ത് അതിലൊക്കെയാണ് ഞാൻ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് വയ്ക്കുന്നത്. പിന്നെ വീട്ടിൽ ഉപയോഗശൂന്യമായ പാത്രങ്ങളിലുമൊക്കെയാണ് ഞാൻ ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുന്നത്. അപ്പം ആ ഭംഗിയുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊന്നും എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല. ചെടികൾ പൂത്തു നിൽക്കുന്നു, അതിൻ്റെ പൂക്കളും ചെടികളെയും മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ ചട്ടിയോ അങ്ങനെ ഒരു കളക്ഷനായിട്ടോ അങ്ങനെയല്ല. ചെടികളുണ്ട്, ഒരുപാട് ചെടികളുണ്ട്. പക്ഷെ അത് ഭംഗിയോടെ വച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ എനിക്കറിയില്ല അതിനുത്തരം. അപ്പോൾ കിട്ടുന്ന ചട്ടികളിലും പാത്രങ്ങളിലും ഒക്കെയാണ് ഞാൻ എൻ്റെ ചെടികളെയൊക്കെ നട്ടുപിടിപ്പിച്ച് അതിനെ വളർത്തി പരിപാലിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അടക്കം ചെയ്യുന്ന മണ്ണിന് ചുറ്റും ഒരുപാട് ചെടികളാൽ നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്.